സുപ്രഭാതം. കർത്താവിൻ്റെ നാമത്തിലുള്ള ഗ്രീറ്റിങ്സ്. അപ്പോൾ 2 കാറ്റഗറി ആൾക്കാരുണ്ട്. ഒന്ന് കർത്താവ് അക്സെപ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്യുന്നത്. ഇനിയും വീണ്ടും 2 കാറ്റഗറി ഉണ്ട്. ഒന്ന് റിസീവ് ചെയ്യുന്നത്, എപ്പോഴും താഴെതായെന്ന് പറയുന്നു. അടുത്തത് കർത്താവ് ഞാൻ എന്ത് ചെയ്യണം, എനിക്ക് കർത്താവിന് വേണ്ടിയിട്ട് എൻ്റെ ജീവൻ വരെ തരാൻ തയ്യാറാണ്, കൊടുക്കാൻ തയ്യാറ്. അപ്പോസ്തലപ്രവൃത്തി 20:35 വായിക്കാം. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞ കർത്താവായ യേശുവിൻ്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തിയിൽ ഗ്രന്ഥകർത്താവ് കൂടെ പരിശുദ്ധാത്മാവ് പറയും, ഇറ്റ് ഈസ് ബെറ്റർ ടു ഗിവ് ദാൻ ടു റിസീവ്. ഇവിടെ അധ്വാനിക്കുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ നമുക്ക് വായിക്കുമ്പോഴത്തേക്കിന് മനസ്സിലാവും, മറ്റുള്ളവരിൽ നിന്ന് മേടിച്ച് സുശിക്ഷ പോലെ ചെയ്യുന്നതല്ല ശ്രേഷ്ഠം. പൗലോസിൻ്റെ ആ ഒരു കാര്യം പറയുകയാണ്. ആവശ്യങ്ങൾ നിറവേറ്റാൻ എൻ്റെ കയ്യിൽ തന്നെയാണ് അധ്വാനിച്ചത്, ഞാൻ ആരുടെയും ഒന്നും ആഗ്രഹിച്ചില്ല എന്നൊക്കെ പറയും. എന്നിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ബെറ്റർ ടു ഗിവ് ദാൻ ടു റിസീവ്. ഇത് വലിയൊരു സ്പിരിച്വൽ മീനിങ്ങുണ്ട്. നമ്മുടെ ചെറുപ്പകാലത്ത് പറയും, നമ്മൾ പേരൻസിൽ നിന്ന് എപ്പോഴും നമ്മൾ വി ലൈക്ക് ടു റിസീവ് ഗിഫ്റ്റ്, അല്ല ഓരോന്ന് പൈസ താഴെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. എന്നാൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ റെസ്പോൺസിബിലിറ്റികളാണ്. അതിനുശേഷം നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി അതിനുവേണ്ടി പെയിൻ എടുക്കാറുണ്ട്, നന്നായിട്ട് പഠിക്കാറുണ്ട്, നല്ല ജോലിയിൽ നമ്മളെത്തും. അപ്പോൾ മാതാപിതാക്കൾക്ക് ഒരു അഭിമാനം, അവരുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ അവരുടെ ആഗ്രഹം നിറവേറ്റാനായിട്ട് പലപ്പോഴും ഞാൻ പലയിടത്തും വായിച്ചിട്ടുണ്ട്. എൻ്റെ മാതാപിതാക്കൾ വലിയ ആഗ്രഹമായിരുന്നു എന്നെ ഒരു IPS ഓഫീസറായിട്ട് അല്ലെങ്കിൽ IAS ഓഫീസറായിട്ട് കാണണം. അതിന് വേണ്ടിയിട്ട് ഞാൻ രാവും പകലും ഉറക്കമുളച്ച് എൻ്റെ ഇഷ്ടങ്ങൾ മുഴുവൻ ഞാൻ വേണ്ടെന്ന് വെച്ചു. എൻ്റെ ഫ്രണ്ട്സെല്ലാം അടിച്ച് വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അതെല്ലാം വേണ്ടെന്ന് വെച്ച് എൻ്റെ മാതാപിതാക്കൾ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ അങ്ങ് സമർപ്പിച്ചു. അപ്പോൾ ഇയാൾക്ക് കിട്ടുന്ന പല സാധനങ്ങളും വേണ്ടെന്ന് വേണ്ടി, പല പ്ലഷേഴ്സ് ഫ്രണ്ട്സിന് കിട്ടിക്കൊണ്ടിരുന്ന നല്ല ഉറക്കം, അല്ലെ ഫിലിംസ്, അല്ലെ അടിച്ചുപൊളി പാർട്ടീസ്, കള്ളുകൂടി, ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് മാതാപിതാക്കൾ ഇഷ്ടം ചെയ്യാനായിട്ട് തൻ്റെ ഇഷ്ടം വേണ്ടെന്ന് വെച്ചിട്ട് പൂർണ്ണമായിട്ടും അത് നിറവേറ്റാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഇതിനെയാണ് പറയുന്നത് ഇറ്റ് ഈസ് മോർ ബ്ലസ്ഡ്, അല്ലെങ്കിൽ മേടിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം കൊടുക്കുന്നത്. അതായത് നമ്മളെ തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നതിൻ്റെ ആത്മാർത്ഥം എന്താണെന്ന് വെച്ചാൽ കർത്താവിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഞാനിത് പറയാൻ കാര്യം പലപ്പോഴും നമ്മൾ പല ടെസ്റ്റിമണീസ് കേട്ടു. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരാളുടെ ടെസ്റ്റിമണി കേൾക്കുമ്പോൾ നമുക്കറിയാം ഇവരേത് കാറ്റഗറിയിൽ വരും, അല്ലെങ്കിൽ ഇവരുടെ സ്പിരിച്വൽ ഗ്രോത്ത് എന്താ. ഇപ്പോഴും ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്, പുതിയൊരു വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവ് എനിക്ക് തന്നു. കഴിഞ്ഞ ആഴ്ച സാക്ഷി പറഞ്ഞു, എനിക്ക് ജോലിയിലൊരു പ്രൊമോഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് തന്നു. പിന്നെ പ്രാർത്ഥിച്ച് എൻ്റെ പിള്ളേർക്ക് നല്ല അഡ്മിഷൻ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്ക് തന്നു. പക്ഷെ ഒരിക്കൽ പോലും നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് ആവശ്യപ്പെട്ടു, നിനക്ക് ഭയങ്കര കോപിക്കുന്ന സ്വഭാവമുണ്ട്, അതൊരു ദൈവം യോജിച്ചല്ല, നീ അത് മാറ്റ്, നീ അതെനിക്ക് വിട്ടുതാണ്, നിൻ്റെ ആ സ്വഭാവം എനിക്ക് വിട്ടുതാണ്, ഞാൻ എൻ്റെ സ്വഭാവം നിനക്ക് തരാം. കർത്താവിനോട് അങ്ങനെ പറഞ്ഞു, ഞാനത് വിട്ടുകൊടുത്ത് ഏൽപ്പിച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ എൻ്റെ ദേശസ്വഭാവം മാറ്റിത്തന്നു. എനിക്ക് വലിയ സമാധാനവും സന്തോഷവും. അങ്ങനെ സാക്ഷ്യങ്ങൾ വളരെ ചുരുക്കം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വളരെ ചുരുക്കമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വളരെ കുറച്ച് സംഭവങ്ങൾ നടക്കുന്നു? നമ്മുടെ മാനസാന്തരത്തിൻ്റെ അളവ് നമ്മൾ നോക്കിയാൽ മതി. മാനസാന്തരം ഭയങ്കര പെരിഫറൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ, അതൊരു 3-4 ലിസ്റ്റ് കൊണ്ട് അങ്ങ് നിൽക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, കള്ളുകൂടി നിർത്തി, സിഗരറ്റ് വലി നിർത്തി, തോന്നിവാസം നടക്കുന്നത് നിർത്തി, വായി നോക്കുന്നത് നിർത്തി, മാനസാന്തരം നിർത്തി. ഇനിയും കർത്താവ് ഇങ്ങനെ വന്നാൽ മതി, എല്ലാം റെഡി, ബാക്കിയെല്ലാം ക്ലിയർ. ഇങ്ങനെ പഠിപ്പിക്കുകയും ഇങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒത്തിരി വിശ്വാസികളുണ്ട്. അതുകൊണ്ടാണ് ഇത് എടുത്തെടുത്ത് വീണ്ടും എടുത്തെടുത്ത് പറയും. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവവചനം വായിക്കണം. എന്നിട്ട് നമ്മളെ തന്നെ അസസ് ചെയ്യും. ചിലപ്പോൾ നമ്മൾ ഞാൻ വിശ്വാസം 30 ഇയേഴ്സാണ്. എന്നെക്കാട്ടും ഒത്തിരി സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കേൾക്കുന്നുണ്ടാകും, ജൂനിയേഴ്സ് കേൾക്കുന്നുണ്ടാകും. അപ്പോൾ ഇന്നൊന്ന് അസസ് ചെയ്യും, ഞാനിതിൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? എനിക്കിന്ന് റിസീവ് ചെയ്തുകൊണ്ടിരിക്കാനാണോ താല്പര്യം, അതോ കർത്താവിന് വേണ്ടി ഞാൻ എന്നെ തന്നെ കൊടുക്കുകയാണ് ചെയ്യുന്നത്? കർത്താവിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറണം. ഡിനൈ യുവർ സെൽഫ്. അപ്പോൾ നിൻ്റെ ആ സെൽഫ് അല്ലെങ്കിൽ നിൻ്റെ സ്വന്തം ഇഷ്ടം നീ അത് ഡിനൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ കൊടുക്കണം. ഇതിനാ കർത്താവിൻ്റെ ഇഷ്ടം എന്നിൽ നിറവേറാൻ ഒരു സമർപ്പണം. എന്തുകൊണ്ടാണ് മറിയെ കർത്താവ് അപ്രീഷിയേറ്റ് ചെയ്തത്? മാർത്ത പോയി കംപ്ലൈൻറ്റ് ചെയ്ത് മാർത്ത കർത്താവ് വീട്ടിൽ വന്നപ്പോൾ കർത്താവ് കൊണ്ട് കുറച്ച് വേറെ ഗസ്റ്റ് കൊണ്ട് ശിഷ്യന്മാർ, അവർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ചെറിയ കാര്യമില്ല അല്ലേ? മാർത്ത ഭയങ്കര ബിസിയാണ്.
പക്ഷെ മറിയ എന്താ ചെയ്തത്? മറിയ ചെയ്ത 3 കാര്യങ്ങളാണ്. ഒന്ന്, അത്രയും തിരക്കുണ്ടായിട്ടും കർത്താവിൻ്റെ പാദത്തിലിരുന്നു. പലപ്പോഴും കർത്താവ് പറയുന്ന കാര്യം, ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. എന്തുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുക, അല്ലെങ്കിൽ കർത്താവിൻ്റെ ഹിതം തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്? നമുക്ക് സമയമില്ല, നമ്മൾ ശാന്തമായിട്ടിരിക്കുന്നില്ല. ഇരുന്നാൽ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു 100 കൂട്ടം കാര്യങ്ങൾ കിടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കാണത്തില്ല. നമ്മൾ ഈ 100 മീറ്റേഴ്സ് റേസിനൊക്കെ നിൽക്കുന്ന ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് കാണത്തില്ലേ? 100 അതായത് സ്റ്റാർട്ട് പറയുന്നതിന് മുമ്പ് തന്നെ അവരുടെ മൈൻഡ് 100ലാണ്. 2 കാര്യം വെച്ച് ഇങ്ങനെ നിൽക്കുക. ചിലരാണ് പറയുന്നതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം അവരുടെ മൈൻഡ് വേറൊന്നുമില്ല, ഓടണം എന്ന് പറഞ്ഞ പോലെ തന്നെ കണ്ണ് തുറന്ന് ബൈബിൾ എടുത്ത് തുറക്കുമ്പോഴും മൈൻഡ് ഇവിടെ ഇടാം, ഓടണം, 100 ചെല്ലണം, ഒന്നാമത് ഫിനിഷ് ചെയ്യണം, എല്ലാവരും അപ്രീസിയേഷൻ കിട്ടണം, കയ്യടി കിട്ടണം. എവിടാ? ജോലിയിൽ, അല്ല പഠിത്തത്തിൽ. എങ്ങനെ കർത്താവ് സംസാരിക്കുന്നത്? ഈ നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ റിപ്ലൈ കേൾക്കുമ്പോഴും അവരുടെ ബോഡി ലാംഗ്വേജ് കാണുമ്പോഴും നമുക്കറിയാം അവരിവിടെയാണോ അത് വേറെ എവിടെയെങ്കിലും ആണോ എന്നുള്ളത്. ചിലരോട് ഞാൻ പറയും, പ്ലീസ് കം ഡൗൺ, ഇനി വാ, ഇറങ്ങി വാ. കാരണം ചോദിക്കുന്നത് മറുപടിയായിട്ട് ഒരു ബന്ധം കാണത്തില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയുന്നത്. അല്ലെ പറയുന്നതിൻ്റെ പകുതിയെ ശ്രദ്ധിക്കത്തുള്ളൂ. അപ്പോൾ തിരിച്ചുള്ള ഇങ്ങോട്ട് ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഓടിയിട്ടും പറഞ്ഞൊന്നും കേട്ടിട്ടില്ല, അല്ലെ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ഉദ്ദേശം തോന്നുക കേൾക്കും. കാരണം നമ്മൾ വലിയ കാര്യമായിട്ടൊരു കാര്യം പറയുന്നത്, പക്ഷെ അതിനേക്കാളും മൈൻഡ് ഭയങ്കരമായിട്ട് ഒക്കുപ്പൈഡാണ്. എന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ നിൽക്കണം. അതിന് വേണ്ടുന്ന ആദ്യത്തെ കാര്യമാണ് ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ഞാൻ ദൈവമാണ്, നീ ഒന്ന് ശാന്തനാകുക. ഐ വോണ്ട് ടു ടോക്ക് ടു യു. കർത്താവേ.